എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഷെൻബകം. ഇതുവരെ എനിക്ക് അറിയാവുന്ന ടൈലറിംഗ് വിഷയങ്ങൾ നിങ്ങൾക്ക് പകർന്നു തന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. അതുപോലെ പാചക രീതിയിൽ എനിക്ക് അറിയാവുന്ന ആരോഗ്യകരമായ വിഷയങ്ങൾ നിങ്ങളിൽ എത്തിച്ചു തരാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് ഉണ്ടാകണമെന്ന് ഞാൻ കേട്ടുകൊള്ളുന്നു. Please watch and support as well subscribe our channel Hannahwaves. ഇന്ന് നമ്മളുടെ ചാനലിൽ കാണാൻ പോകുന്നത് കറുപ്പുഴുന്ന് കളി. ഇത് തമിഴ്നാട്ടിൽ സ്പെഷ്യലാണ്. ഇതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് ഫസ്റ്റ് ഞാൻ പറയാം. ഇത് ശരീരത്തിൽ അയൺ കണ്ടൻറ്റ് കൂട്ടുവാനുള്ള കളിയാണ്. കളി മീൻസ് ഉഴുന്നും കറുപ്പട്ടിയും അരിയും ചേർത്ത് പൊടിച്ച് കുറുക്കിയെടുത്ത കുറുക്കെന്ന് നമ്മൾ പറയാം. ഇതിൻ്റെ ഗുണം ഡയബറ്റിസ് ഉള്ളവരും കിഡ്നിയിൽ സ്റ്റോൺ ഉള്ളവരും ഗർഭിണികളും പ്രായമായ പിള്ളേർ എല്ലാവരും കഴിക്കാൻ കൂടിയ ഡിഷാണ് ഇത്. ഇതാണ് പണ്ടത്തെ എല്ലാവരും കഴിച്ചത്. ഗർഭിണികൾ ആഫ്റ്റർ പ്രഗ്നൻസിയിൽ കഴിക്കാൻ കൂടിയ ഹെൽത്തി ഡിഷാണ് ഇത്. ഇതിൻ്റെ യൂസ് എന്താണെങ്കിൽ ആഫ്റ്റർ പ്രഗ്നൻസി അവർക്ക് മുലപ്പാൽ വർദ്ധിക്കും ഇത് കഴിച്ചാൽ. സോ ഇത് ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഡിഷാണ് ഇത്. ഈ കളിക്ക് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെയാണ് സാധനങ്ങൾ. സോ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഉളുന്ത്, കറുപ്പുഴുന്താണ്. 1 കപ്പ് കറുപ്പുഴുന്ന്. പിന്നീട് നല്ലെണ്ണ, അരി പച്ചരി അല്ലെങ്കിൽ സാധാരണ അരി ഏതുവാണെങ്കിലും ഓക്കെ. കറുപ്പട്ടി, നമുക്ക് കറുപ്പട്ടി എടുക്കാം. ശർക്കര എടുക്കാതെ കറുപ്പട്ടി എടുക്കാം. കറുപ്പട്ടിയിൽ വളരെ അയൺ ശക്തിയുണ്ട്. സോ കറുപ്പട്ടി യൂസ് ചെയ്യാം. അടുത്ത് ഏലക്കാപ്പൊടി, ചുക്കുപൊടി, സാൾട്ട്. ഇതൊക്കെയാണ് തിങ്സ്. ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് കറുപ്പുഴുന്ന് കളി ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഞാൻ കറുപ്പുഴുന്ന് 1 കപ്പിന് എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പിന് അളവ് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള തിങ്സിൻ്റെ അളവ് എടുക്കണം. സോ ഈ 1 കപ്പ് ഉഴുന്നിനെ നന്നായിട്ട് കഴുകിയെടുത്ത് ഉണക്കി പിന്നീട് ഈ നല്ലെണ്ണയും അരിയും ഇട്ട് പൊടിയാക്കി ഒരു കപ്പിൻ്റെ അളവ് എടുക്കണം. ഈ 1 കപ്പിൻ്റെ അളവിന് ഏലക്കാപ്പൊടി, ചുക്കുപൊടി, സാൾട്ടൊക്കെ ഇട്ട് മിക്സാക്കി നമ്മൾ ഇന്ന് കളി ഉണ്ടാക്കാൻ പോകുന്നു. ഈ 1 കപ്പ് അളവിന് 1.5 കപ്പ് കറുപ്പട്ടി എടുത്തിട്ടുണ്ട് ഞാനിന്ന്. ഈ 1.5 കപ്പ് അളവ് ഇതിൻ്റെ അളവ് കുറിച്ചാണ് എടുക്കണം. സോ ഇവിടെ ഈ ഉഴുന്നിനെ വാഷ് ചെയ്യാൻ പോകുന്നു. നന്നായിട്ട് നമ്മൾ ഈ ഉഴുന്നിനെ കഴുകി എടുക്കണം. ഒരു 2 or 3 ടൈംസ് കഴുകി എടുത്തിട്ട് വെയിലിൽ അല്ലെങ്കിൽ ഫാൻ കാത്തിൽ നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇത് എന്തിന് 2 or ടൈംസ് വാഷ് ചെയ്യണമെങ്കിൽ ഇതിൽ ഡസ്റ്റ് മണ്ണൊക്കെ ഇരിക്കും. സോ ഒരു 2 or 3 ടൈംസ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ ഈ വേസ്റ്റൊക്കെ ഒന്ന് മാറും. നേരത്തെ പറഞ്ഞതുപോലെ ഈ കറുപ്പുഴുന്ന് വളരെ വളരെ ഹെൽത്തിയാണ്. ഇതിൽ നമ്മൾ കളി മാത്രമല്ല പായസം, ലഡ്ഡു ഇതുപോലെ വെറൈറ്റിയാണ് ഡിഷസൊക്കെ ചെയ്യാം. സോ സെക്കൻഡ് ടൈം കഴുകുന്നു. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഓക്കെ, ഡൺ. ഇപ്പോൾ നമ്മൾ വെയിലിലോ അല്ലെങ്കിൽ ഫാൻ കാത്തിലോ
ഇതിനെ നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഫാൻ കാത്തിൽ ഒരു 15 minutes മതി ഈ ഉഴുന്നിനെ ഉണക്കിയെടുക്കാം. കണ്ടോ, ഞാൻ ഫാനിലാണ് വെച്ചത്. 15 minutes നന്നായിട്ട് ഉണങ്ങി വന്ന് കയ്യിൽ ഒട്ടുന്നില്ല, നന്നായിട്ട് ഏതോ ഒരു പിശുപ്പിശുപ്പോ ഏതും ഇല്ല, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അതിൽ ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഈ ഉഴുന്നിനെ നന്നായിട്ട് വറുത്തെടുക്കണം. കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനെങ്കിൽ കയ്യിലെടുത്ത് നോക്കാം. വൺസ് ഇത് നന്നായിട്ട് വറുപ്പെട്ടെങ്കിൽ നല്ല ഷൈനിങ് ആയി ഇരിക്കും. മീൻവൈൽ നമ്മളിവിടെ കറുപ്പട്ടിയെ 1 കപ്പ് വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 1.5 കപ്പ് കറുപ്പട്ടീന് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കണം. ഇവിടെ ഈ ഉഴുന്നിനെ കൈയെടുക്കാതെ നല്ലോണ്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് വറുക്കുമ്പോൾ നല്ല ഒരു സ്മെൽ കിട്ടും, ഉഴുന്നിൻ്റെ സ്മെൽ വരും. ആ സമയം വി ക്യാൻ ഐഡൻറ്റിഫൈ ഉളുന്ത് നന്നായിട്ട് വറുപ്പെട്ടെന്ന്. കണ്ടോ, നന്നായിട്ട് ഫ്രൈ ആയി ഉഴുന്ന്. ഇപ്പോൾ എടുത്ത് വേറെ പാത്രത്തിൽ മാറ്റാം. അടുത്ത് അരിയിട്ട് 1/4 കപ്പ് അരി. 1 കപ്പ് കറുപ്പുഴുന്നിന് ഞാൻ ഇവിടെ 1/4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വറുക്കാം. കണ്ടോ, അരിയും വറുത്ത്. സോ ഇത് രണ്ടിനെയും, ഉഴുന്നിനെയും അരിയെയും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 10 minutes ഫാൻ കാത്ത് ഉണക്കാം. ഫാൻ കാത്തിൽ ഉണക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിയാക്കാം. കണ്ടോ, ഉഴുന്നും അരിയും നന്നായിട്ട് ഉണങ്ങി, അതുകൊണ്ടാണ് ഈ പൊടി നന്നായിട്ട് സോഫ്റ്റായി ഉണ്ട്. നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഈരപ്പദം അതിലിരിക്കും. സോ ഇവിടെ ഞാൻ ഒരു പാത്രത്തിൽ 1 കപ്പ് പൊടിയെ ഇടുന്നു. ഒരു കപ്പ് പൊടിക്ക് 1/4 സ്പൂൺ ഉപ്പ്, ഏലക്കാപ്പൊടി, ചുക്കുപൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന കറുപ്പട്ടി വെള്ളത്തിനെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈയെടുക്കാതെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഏത് കട്ടിയോ അങ്ങനെ ഒന്നും ആകാതെ നല്ല സോഫ്റ്റ്നെസ് വരണം. സോ കണ്ടിന്യൂസാ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം.
കണ്ടോ, കണ്ടിന്യൂസാണ് മിക്സ് ചെയ്തതിന് ശേഷം ഇതെങ്ങനെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് ഇളക്കി കൊടുക്കണം. നന്നോളം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ സ്റ്റേജിൽ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ 3/4 കപ്പ് നല്ലെണ്ണ വെച്ചിട്ടുണ്ട്. അതിനെ 3 ഭാഗമായി ഒഴിക്കാൻ പോകുന്നു. ഫസ്റ്റ് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. കണ്ടോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ. സെക്കൻഡ് ടൈം എണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. തേർഡ് ടൈം എണ്ണ ഒഴിച്ച് കൊടുത്ത് എല്ലാ എണ്ണയും ഒഴിച്ച് ഇനി മിക്സ് ചെയ്യണം. ഇനി കണ്ടോ, ആ കളിയാണെങ്കിൽ പാത്രത്തിൽ എവിടെയും ഒട്ടുന്നില്ല, ഏതൊരു പിശുപ്പിശുപ്പും ഇല്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു സോഫ്റ്റ്നെസ്സിൽ വന്നിട്ടുണ്ട്. ഏതൊരു പിശുപ്പിശുപ്പും ഇല്ല, നിങ്ങൾ കണ്ടാൽ അറിയാം. പാത്രത്തിൽ എവിടെയും ഒട്ടുന്നില്ല. നന്നോളം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇതിനെ. എന്തൊരു സോഫ്റ്റ്നെസ് ആണ് കണ്ടോ. നല്ല ഒരു അൽവയെ പോലെ ഉണ്ട്. നല്ല ഒരു കൺസിസ്റ്റൻസി, നല്ല ഒരു സോഫ്റ്റ്നെസ്, എവിടെയും ഒട്ടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പിശുന് ഇരിക്കണോ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് കയ്യിൽ വെള്ളം എടുത്തിട്ട് ആ കളിയിൽ തൊട്ട് നോക്കാം. തൊട്ട് നോക്കിയാൽ നിങ്ങളുടെ കയ്യിൽ ഒട്ടിയെങ്കിൽ ഇന്നും നമ്മൾ ഇളക്കി കൊടുക്കണം. ഇത് നോക്കിയോ, എൻ്റെ കയ്യിൽ ഒട്ടുന്നില്ല. സോ കളി റെഡിയാണ്. അവരുടെ ഉളുന്ന് കളി റെഡി. കറുപ്പ് ഉഴുന്ന് കളി റെഡി. ഞാൻ ഒരു ബൗളിൽ മാറ്റി. സോ നടുവിൽ ചെറുതായിട്ടൊരു ഓട്ടയിട്ട് അതിൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കണ്ടോ. എന്തോ ഒരു സോഫ്റ്റ്നെസ്സിലാണ് ഇത്. കിഡ്സിലിരുന്ന് ചെറു പിള്ളേരിലിരുന്ന് വയത് മുതിയർ വരെ എല്ലാവരും കഴിക്കുന്ന നല്ല ഒരു ഹെൽത്തി ഫുഡാണ്, ഡിഷാണിത്. വളരെ സോഫ്റ്റ്നെസ്സായി ഉണ്ട്. പ്ലീസ് വാച്ച് ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ. എന്തോ ഒരു സോഫ്റ്റ്നെസ് ആണ് കണ്ടോ. ഒരു അൽവയുടെ കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ സ്മെല്ല്. ഈ ഉഴുന്നിൻ്റെ സ്മെല്ല് വളരെ അറോമ ആണ്. ഞാനിവിടെ നിങ്ങൾക്ക് എടുത്ത് കാട്ടാൻ കണ്ടോ. ഒരു അൽവയെ കട്ട് ചെയ്ത് എടുക്കുന്ന പോലെ അത്ര ഒരു കൺസിസ്റ്റൻസിയാണ്. പ്ലീസ് വാച്ച് ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ. താങ്ക് യു.